നമസ്കാരം. എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവമാണ് നവാബി പനീർ. ഇതൊരു വൈറ്റ് ഗ്രേവി പനീറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായി വേണ്ട സാധനങ്ങൾ: പനീർ. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പനീറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇടത്തരം ഒരു സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. അതേപോലെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ഗ്രാമ്പൂ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എണ്ണ ആവശ്യത്തിന്. പിന്നെ വേണ്ടത് കശുവണ്ടിയാണ്. ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടെടുത്തതാണ്. ഞാനിവിടെ ഒരു 15 കശുവണ്ടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, വെള്ളം ആവശ്യത്തിന്. ഒരു പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് സവാള ചേർക്കാവുന്നതാണ്. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർക്കാം. കശുവണ്ടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലെ എല്ലാ കഷ്ണങ്ങളും നന്നായി വേവും. അപ്പം നമുക്ക് അരച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇടുമ്പോൾ കുറച്ചിടുക, വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു അടപ്പെടുത്ത് ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുക. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഇതിനെ തണുക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം.
നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി എല്ലാം കൂടി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്കെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി അടച്ചു വെച്ച് ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ടാകും. ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് അല്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിന് ഉപ്പെല്ലാം ഇപ്പോൾ പാകത്തിനുണ്ട്. ഇപ്പോൾ നമ്മുടെ നവാബി പനീർ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം.